ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുത്ത വിദ്യാലയങ്ങൾ സെപ്റ്റംബർ 3 മുതലാണ് ഹൈസ്കൂൾ തലം വരെ ഇത്തവണ ഓണപരീക്ഷകൾ നടക്കുക. അതേസമയം ഇത്തവണയും ചോദ്യപേപ്പർ നൽകാതെ ഹയർ സെക്കൻഡറി 1ാം പാദ വാർഷിക പരീക്ഷ നടത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സെപ്റ്റംബർ 4 മുതലാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിക്കുക. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഓണപരീക്ഷ സെപ്റ്റംബർ 3 മുതൽ 12 വരെ നടക്കും. ഓണ അവധിക്കായി 13-ന് അടയ്ക്കുന്ന സ്കൂളുകൾ 23-ന് തുറക്കും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കണമെന്നാണ് 14-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ സർക്കുലർ. അതിനുള്ള ക്രമീകരണം പ്രിൻസിപ്പൽമാർ നടത്തണമെന്നാണ് നിർദ്ദേശം. ഓരോ സ്കൂളിലെയും അധ്യാപകർ തന്നെയാണ് SCERT സ്കീം അനുസരിച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. ഏജൻസികളുടെയോ സംഘടനകളുടെയോ ചോദ്യപേപ്പർ പാടില്ല. ഇവ ഉപയോഗിച്ചാൽ പ്രിൻസിപ്പലിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ കഴിഞ്ഞ വർഷം സർക്കുലർ ഇറക്കിയിരുന്നു. ഇത് അവഗണിച്ച സ്കൂളുകളിൽ ചിലതിനെതിരെ നടപടിയുമുണ്ടായി. എന്താണെങ്കിലും ഓണപരീക്ഷയ്ക്കായുള്ള ഒരുക്കത്തിലാണ് സ്കൂളുകൾ. ഇവിടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലാറിൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ ആദ്യം തൊട്ടേ ക്ലാസ് തുടങ്ങി ഒരു ടെർമിനൽ എക്സാം ഒക്കെ നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഓണപരീക്ഷയുടെ പോർഷൻസ് ഒക്കെ ഏകദേശമൊക്കെ ഈ മാസം കൊണ്ട് തീരുന്നതാണ്. സെപ്റ്റംബർ 3 തൊട്ടിട്ട് 12 വരെയാണ് നമ്മുടെ ഗവൺമെന്റ് ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് പരീക്ഷയുടെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളിൽ തന്നെ തയ്യാറാക്കണം, അതായത് വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെ തയ്യാറാക്കണം എന്നാണ് ഗവൺമെന്റ് നിർദ്ദേശം +2 ലെവലിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റാഫ് മീറ്റിംഗ് കൂടി അധ്യാപകരോട് ആ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ തന്നെ ഇവിടെ പ്രിന്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ഏകദേശം ആദ്യത്തെ അലോട്ട്മെന്റിൽ തന്നെ നമുക്ക് ഏകദേശം സീറ്റുകൾ ഫില്ലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഇയറിനും കൂടെ ഒരു എക്സാം ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയാലോ എന്ന് സ്റ്റാഫ് ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട്. മറ്റ് പരീക്ഷയ്ക്ക് തടസ്സം വരാതെ ഫസ്റ്റ് ഇയറിനും കൂടെ ഒരു പരീക്ഷ നടത്തുന്നത് അവർക്ക് ഉപകാരപ്രദമാകും എന്നതുകൊണ്ട് അവർക്കും കൂടെ ഇതിനെ കുറിച്ച് നടത്തണമെന്നാണ് സ്റ്റാഫിന്റെ ഒരു മൊത്തത്തിലുള്ള തീരുമാനം. പോർഷൻസ് ഏകദേശം എല്ലാവരുടെയും തീരാറായി. അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ റിവിഷൻ പരിപാടികളിലോട്ട് കയറുകയാണ്. സെപ്റ്റംബറിൽ മുമ്പ് തന്നെ, ഓഗസ്റ്റ് അവസാനം കൊണ്ട് തന്നെ പോർഷൻസ് എല്ലാവരുടെയും തീരുമെന്നാണ് അറിയിച്ചത്. അതേസമയം 8ാം ക്ലാസ്സിൽ ഈ വർഷം മുതൽ ഓൾ പാസ് സമ്പ്രദായം നിർത്തലാക്കുമെന്നും മിനിമം മാർക്ക് ലഭിക്കാത്തവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.